മീനല്ല അവിടെ കുറെ പെണ്ണുങ്ങളെ കുളിച്ചോണ്ടിരുന്നു. നീ ഫോട്ടോ എടുത്ത് കൊച്ചെങ്ങനെയുണ്ട്? കൊച്ചെങ്ങനെ ചേച്ചിയുടെ അതേ കണ്ണ്, ചേച്ചിയുടെ അതേ മൂക്ക്, ചേച്ചിയുടെ അതേ ചുണ്ട്. പിന്നെ അണ്ണൻ്റെതായിട്ട് എന്തെങ്കിലും വേണ്ടേടാ? പറയത്തില്ല അണ്ണ ഇവിടെ കൊച്ചിന് നൂല് കെട്ടാനുള്ള നൂല് വാങ്ങിക്കാൻ പോയ പോക്കാണ്. അതിന് നൂല് വാങ്ങിക്കാൻ പോയ പോക്കാണെങ്കിൽ അത് കോലത്തിരിഞ്ഞോട്ട് കത്തിയെടുക്കുമോ എന്തോ. പുഷ്പാലിച്ചല്ലെന്ന് ഞാൻ പാറിന്ന് രണ്ടെണ്ണം ആക്കിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് വാൾ വെച്ച് വെച്ചിരിക്കുന്നു. ഞാൻ അതിൽ ചവിട്ടിക്കൊണ്ട് വന്നല്ലേ. ഞാൻ കാണിച്ചാൽ ഒന്നുകൂടെ മ്യൂസിക്. Pushpa 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 fire alladi motti chipiya mancha arkedi ayam ni ala എങ്ങനെ എല്ലാരും കേൾക്കണം. ഞാൻ സമയത്ത് എന്റെ വീട്ടിൽ വന്ന് ആട്ടുന്നവനാ. എന്റെ പെണ്ണുമണിച്ചതല്ല, നമ്മളെ കുഞ്ഞിന്റെ നൂല് കെട്ടാണോ? ഫോട്ടോ എടുക്കാൻ വന്ന ഫോട്ടോഗ്രാഫറാണ്. ഓ ഫോട്ടോഗ്രാഫറാണ്. എന്താ പറഞ്ഞ അവളൊരു കിടക്കാച്ചി ഫോട്ടോ നോക്കട്ടെ. എന്റെ ഫോട്ടോ എങ്ങനെയുണ്ട്? എങ്ങനെയാ ഒന്നുകൂടി പറ. നാട്ടുകാർ മുഴുവൻ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ല. ഈ ക്ലാപ്പിലെ എല്ലാ പയ്യന്മാരും പറഞ്ഞു ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ പ്രദീപ് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു. എന്തോ വെറും പന്ന ഉള്ളൂ. അത് മതി. എന്റെ പൊണ്ണ് മറ്റേ എങ്ങനെ കിട്ടുന്നത് പറയാം. നിങ്ങൾ എവിടെ പോയിരുന്നു? കൊച്ചിന്റെ നൂല് കെട്ടല്ലേ? എവിടെ പോയിരുന്നു? എവിടെ പോയിരുന്നു? എവിടെ പോയിരുന്നു? നീ പറഞ്ഞു നോക്കാം. അതിന് ഭയങ്കര കുടിയാണ്. ഈ കുടിയാണ് പ്രശ്നം. ഞാൻ ഭയങ്കര കുടിയല്ല. നാട്ടുകാർ മുഴുവൻ പറയുന്ന ഭയങ്കര കുടിയല്ല. മനസ്സിലാക്കുന്നൊരു കാര്യം മനസ്സിലാക്കണം. ഇത് മദ്യം എന്ന് പറയുന്നത് മദ്യം എന്ന് പറയുന്നത് എന്താണെന്നറിയാം? സാത്താന്റെ മൂത്രമാണ്. സാത്താന്റെ മൂത്രം. ഇത് നേരത്തെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ആ സാത്താനെ ഞാൻ വിളിച്ചു വരുത്തിട്ട് 1 ലിറ്റർ മൂത്രം കൊണ്ട് അടിച്ചു. എനിക്ക് കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട്. നമ്മളെ കൊച്ചിന്റെ നൂല് ആണല്ല. എന്റെ ബന്ധുക്കളൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ. ഞാൻ ഇവിടെ എന്റെ മാമ ഇവിടെ ആരും ഉണ്ട്. എന്റെ കുഞ്ഞമ്മ എല്ലാം ഞാൻ വിളിച്ചിരുന്നു. ഇവിടെ നിൽക്കുന്ന എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും അനിയന്മാരും അനിയത്തിമാരും എല്ലാം കേൾക്കാൻ വേണ്ടി പറയും. ഞാൻ മാന്യം നടന്ന ആളാണ്. ഇങ്ങനെ മഹാ കുടിയനാവാൻ കാരണം എന്ന് പറയുന്നത് വേറൊന്നല്ല. ഒരു ദിവസം ഞാൻ വീട്ടിന്റെ മുമ്പിലൊക്കെ പോയി. അവര് പറഞ്ഞു മക്കളെ വാടാ ചക്കന്റെ വാടാ കട്ടൻ ചായ കുടിച്ചിട്ട് പോവാൻ. കട്ടൻ ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞപ്പോ ഇവര് പറഞ്ഞു മക്കളെ എന്റെ കുടുംബത്തിൽ നല്ലൊരു പെണ്ണുണ്ട്. സൗന്ദര്യ ദൈവം വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. കെട്ടാ പറഞ്ഞു. ഞാൻ കേട്ടു. തോന്നിക്കിന് ഡിപ്പിടി കണ്ടു. സമാധാനമായില്ലേ? സമാധാനം വേറെ ആൾ എന്റെ കല്യാണത്തിന് വന്നു കുടുംബസമേതം. ഞാൻ വിളിച്ചില്ലെങ്കിലും വലിയ വന്നു. 4 പമ്പിക്കാരുണ്ട്. ഇന്നലെ തൊട്ടടുത്ത് എല്ലാം ഉണ്ടെന്ന് ചാച്ചിന്റെ പഴം തുടങ്ങി. ചോദിച്ചപ്പോ വെച്ചിരിക്കുമ്പോ വീട്ടിൽ പോയി ഞാൻ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ സംഭാവന 3 നോട്ട്. 3 നോട്ട് 300 രൂപ. എവിടെ 10 നോട്ട് 30 രൂപ. നീ വിളിക്കരുത്. ഞാൻ പറഞ്ഞു അതെവിടെ തന്നെ അവള് വിളിക്കുന്നത് ഞാൻ പോണെന്ന് പറഞ്ഞ നടക്കൂ. നമ്മള് ഭർത്താക്കന്മാര് വിളിക്കുന്നിടത്ത്
ആട്ടുമ്പോൾ ആട്ടില്ല അണ്ണൻ ബംഗാളിയാണ് അല്ലല്ലേ ഒരു ബംഗാളി നിൽക്കൊണ്ട് നിങ്ങൾ അറിഞ്ഞ എന്റെ അച്ഛൻ പഠിച്ചറിഞ്ഞ എന്റെ അച്ഛൻ പഠിച്ച് എന്റെ മാമൻ പഠിച്ച് എന്റെ ചെല്ലക്കിളി മാമൻ പഠിച്ച് എന്റെ ചക്കര മാമൻ പഠിച്ച് നന്നല്ല ഞാൻ പുള്ളിനെ കണ്ടു പോന്നെ നീ എങ്ങനെയാണ് എന്റെ മാമൻ മരിച്ചത് പോലെ ഉരുളക്കിഴങ്ങ് കഴിച്ച് ഗ്യാസ് വന്ന് ഗ്യാസ് പോയി മരിച്ചു. എങ്ങനെ മനസ്സിലായില്ല എങ്ങനെ ഉരുളക്കിഴങ്ങ് കഴിച്ച് ഗ്യാസ് വന്നു ഗ്യാസ് പോയി മരിച്ചു. രമണി എന്നാലും എന്റെ അച്ഛൻ വളിവിട്ട് ചത്തെന്ന് പറയില്ല കേട്ടോ അങ്ങനെ നീ വിളിക്കുന്നത് പറയും ഞാൻ അങ്ങനല്ലല്ല ഞാൻ ഒരു വര വരയ്ക്കും ചുണള്ള അച്ഛന്റെ മോളാണ് ഞാൻ വരച്ച വരയിൽ പാടി ഞാൻ വരത്തില്ല. ചുണള്ള അച്ഛന്റെ മോളാണ് ഞാൻ വരച്ച ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞില്ലേ? തന്തയ്ക്ക് വളർന്ന് വാങ്ങി പാടി എന്റെ അച്ഛനെ വിളിച്ചോ? എന്റെ ദൈവമേ എന്റെ ദൈവമേ കരിമ്പനാട്ടിൽ ആന വന്നത് എനിക്ക് മഴ നിൽക്കുമ്പോഴേക്കും മക്കളെ അടുത്തോട്ട് പോയിട്ട് പോയില്ലേ എല്ലാം പിടിക്കാച്ച് തിന്നേ നീ നാണം കെട്ടായിട്ട് കാര്യമാണ് ആൾക്കാർ കാപ്പി വിളിക്കുന്നു സത്യം പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ട് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് എന്റെ പൈസ കൂട്ടി അല്ല നിങ്ങൾ കാണാൻ കൊണ്ടുവരാ താരം പോട്ടെ കാറ്റുമാകാത്തി എല്ലാവരും സൂക്ഷിച്ച് നോക്കി കൊണ്ട് അന്ത്യാപീസിലെ പോക്കും കേട്ടാ ഞാൻ കാണാൻ തന്നില്ല. അന്ത്യാപീസിലെ പോക്കണ്ട് രാത്രി 12 മണി ഐശ്വര്യ സുസ്മിതാസന്റെ അടിപൊളി കിടിക്കാത്തിയ പേരിടണം ചക്കരെ വാപ്പേ അച്ഛന്റെ മുത്തേ അച്ഛൻ മണ്ണിന്റെ മണ്ണുള്ള പേരിട്ട് എന്താ മണ്ണിന്റെ മണ്ണുള്ള പേര് വേട്ടാവളി അതിലാണ് മണ്ണിന്റെ മണം. ഈ വേട്ടാവളിയെ കൂടുതൽ എവിടെയാണ് പച്ച മണ്ണിലാണ് കൂടുതൽ